ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്. ഞാൻ സൗമ്യ, മറിയം എയർ ട്രാവൽസ് ആൻഡ് ഹോളിഡേയ്സ്. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം UAE വിസിറ്റ് വിസയായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഷെയർ ചെയ്തിരുന്നത്. കുറച്ച് പേരെങ്കിലും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്, അല്ലാതെ വാട്സപ്പ് മെസ്സേജായിട്ട് വരുന്നുണ്ട്. കുറച്ച് പേരൊക്കെ എന്തോ ഒരു പേടിയോടുകൂടി ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട, നിലവിൽ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. ചെറിയൊരു ഡിലേ ചില സമയങ്ങളിൽ വരാറുണ്ട്. എന്നിരുന്നാലും 24 hours വിസ അപ്രൂവൽ കിട്ടുന്ന സമയങ്ങളും ഉണ്ട് കേട്ടോ, നോർമലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന്. അപ്പം വിസ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയി നോക്കുക. ഓക്കെ, ഞാനിനി ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോൾ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള കുറച്ച് സംശയങ്ങളും അതിനുള്ള മറുപടി ആയിട്ടാണ്. ഓക്കെ, പിന്നെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, കുറച്ച് ലോങ്ങിൽ നിന്നുള്ള ആൾക്കാർക്ക് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ട്രാവൽ ഏജൻസി എവിടെയാണ്, ട്രാവൽ ഏജൻസിയിൽ വരാതെ തന്നെ സർവീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഡെഫിനറ്റ് ആയിട്ടും പറ്റും. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇപ്പം നമുക്ക് ഇന്നിപ്പോൾ വാട്സപ്പും അങ്ങനെയൊക്കെയുള്ള വളരെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്, കാര്യങ്ങളെല്ലാം ഫിംഗർ ടിപ്പിലല്ലേ. അപ്പം നിങ്ങൾ എവിടെയുള്ള ആൾക്കാരാണെങ്കിലും, ഇപ്പം നിലവിൽ എനിക്കും ഒരു 80 to 85% സർവീസും എല്ലാം ദൂരെയുള്ള വർക്കുകൾ തന്നെയാണ്. എബ്രോഡിൽ നിന്ന് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊന്നും നമുക്ക് ഡയറക്റ്റ് ഓഫീസിൽ വിസിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഏത് സർവീസ് വേണമെന്നുണ്ടെങ്കിലും വാട്സപ്പിൽ ഡോക്യുമെൻ്റ് അയയ്ക്കുക, അതിൻ്റെ പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അയയ്ക്കുക. അയച്ചതിന് ശേഷം അതിൻ്റെ സ്ലിപ്പ്, അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ പേയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ സർവീസ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് തിരിച്ച് വാട്സപ്പിൽ PDF ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് ഒരു ടെൻഷനും വേണ്ട. എത്ര ദൂരെയുള്ള ആൾക്കാർക്കും ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്തോളൂ. മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആൻഡ് സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. പിന്നെ നമ്മുടെ ഓഫീസ് ലൊക്കേറ്റ് ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ മുള്ളിക്കാട് എന്ന സ്ഥലത്താണ് നിലവിൽ ഓഫീസ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് വൈകാതെ UAEയിലും ഓപ്പൺ ആകുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ സംശയങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാസ്പോർട്ടിൽ സർനെയിം ഇല്ലാത്തവർക്ക് വിസിറ്റ് വിസ അപ്രൂവൽ കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പാസ്പോർട്ടിൽ സർനെയിം നിർബന്ധമായ കാര്യമാണ്. ഇനി എന്തെങ്കിലും കാരണത്താൽ പാസ്പോർട്ട് എടുത്ത സമയത്ത് സർനെയിം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ എക്സ്പയറി ആയിട്ട് റിന്യൂ ചെയ്യില്ലേ, ആ ടൈമിനെങ്കിലും സർനെയിം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിലവിൽ സർനെയിം ഇല്ലാത്ത പാസ്പോർട്ടുകൾക്ക് വിസ അപ്രൂവൽ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പോൾ അതൊക്കെ ബാധിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാൻ. നിലവിൽ എന്തായാലും കിട്ടുന്നുണ്ട്. എന്തായാലും അഡ്രസ് പേജിലൊക്കെ സർനെയിമും കാര്യങ്ങളും ഉണ്ടാവില്ലേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന, എനിക്ക് തോന്നുന്നു പാസ്പോർട്ടിൻ്റെ ഫോട്ടോ ഫ്രണ്ട് പേജിൽ സർനെയിം ഗിവൺ നെയിം, അവിടെ സർനെയിം ഇല്ലാത്ത കേസാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിലും അഡ്രസ് പേജിൽ സർനെയിം ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അത് നോക്കിയിട്ട് അവർ ചെയ്യുന്നുണ്ട്, അപ്രൂവലൊക്കെ കൊടുക്കുന്നുണ്ട്. ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്ക് സർനെയിം നിർബന്ധമായിട്ട് കൊടുക്കണം, എയർലൈനിന് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് വെച്ച് ഇഷ്യൂ ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നെയിം ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാലോ, റീഫണ്ട് ഇല്ലാത്ത ഫ്ലൈറ്റ് ഉണ്ടാവാം, ചില ഫെയറിനൊന്നും റീഫണ്ട് കാണത്തില്ല, ഡേറ്റ് ചേഞ്ച് കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ട്രാവൽ ഏജൻസി മുഖാന്തരം ടിക്കറ്റ് എടുക്കുക. അപ്പോൾ ഈ ട്രാവൽ ഏജൻസി ത്രൂ ടിക്കറ്റ് എടുക്കുന്നുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യനാണ്, ചിലപ്പോൾ ട്രാവൽ ചെയ്യാൻ എന്തെങ്കിലും ഒരു അസൗകര്യങ്ങൾ വന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിസ്ക്കും ഇല്ല. 24 hours മുന്നേ അല്ലെങ്കിൽ 48 hours മുന്നേ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ടിക്കറ്റ് ഡേറ്റ് ചേഞ്ചോ അല്ലെങ്കിൽ റീഫണ്ടോ ഒക്കെ ചെയ്തു തരാൻ പറ്റും. പിന്നെ ചില സ്പെഷ്യൽ ഫെയർ ഒക്കെയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ, ഗ്രൂപ്പ് ഫെയർ ഒക്കെ ആണെങ്കിൽ റീഫണ്ടും ഡേറ്റ് ചേഞ്ചും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഏജൻസിയിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അതൊക്കെ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എപ്പോഴും സേഫ് ട്രാവൽ ഏജൻസി ത്രൂ തന്നെ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നതാണ് സേഫ്. ഒരുപാട് പേർക്ക്, എനിക്കറിയുന്ന ഒരുപാട് പേർക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ച് എടുത്തിട്ട് പിന്നെ ലാസ്റ്റ് പേയ്മെൻ്റ് ഒന്നും കിട്ടാതെ പോയ അതുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയൊക്കെ അനുഭവങ്ങൾ വന്നവരിപ്പം നമ്മുടെ ഏജൻസി ത്രൂ കുറേ പേര് അങ്ങനെ ടിക്കറ്റ് ഒരുപാട് നാളായിട്ട് ക്രെഡിറ്റ് കാർഡ് വെച്ച് എടുത്തവരൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്ക് 2-3 അബദ്ധങ്ങൾ പറ്റിയപ്പോൾ അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഫാമിലി ആയിട്ട് പോകുന്നവർക്ക് ഈ ഷോ മണി കാണിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഷോ മണി എല്ലാവരും കാണിക്കണം കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ ബാച്ചിലർ ആയാലും ഫാമിലി ആയിട്ട് പോകുന്നവരാണെങ്കിലും ഒക്കെ ഷോ മണി കരുതണം. പിന്നെ എന്താണോ നിലവിലത്തെ നിയമം, ആ നിയമം വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. യാത്രയ്ക്ക് വേറെ തടസ്സങ്ങൾ ഒന്നും ഉണ്ടാക്കാതെ പോകാൻ ശ്രമിക്കുക. ഓക്കെ,
അപ്പോൾ പിന്നെ നിങ്ങൾക്കറിയാലോ പിന്നെ പാസ്പോർട്ട്, അതുപോലെ തന്നെ വിസ, ഇൻഷുറൻസ്, ഇപ്പോഴത്തെ നിയമപ്രകാരം നമ്മൾ അവിടുത്തെ അക്കോമഡേഷൻ്റെ പ്രൂഫ്, ടെനൻസി കോൺട്രാക്ട് ഓർ ഹോട്ടൽ വൗച്ചർ കൊടുക്കണം. ഫാമിലി ആയിട്ട് പോകുന്നവരാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, പിന്നെ അതുപോലെ ഷോ മണി പോകുന്ന പാസഞ്ചറിൻ്റെ അക്കൗണ്ടിൽ തന്നെ കാണിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. പോകുന്ന പാസഞ്ചറിൻ്റെ അക്കൗണ്ടിൽ വേണം ഷോ മണി കാണിക്കേണ്ടത്. ഒന്നുകിൽ ദിർഹം, അതൊക്കെ എൻ്റെ കണക്കൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ INR അത് കാണിക്കുക. ഓക്കെ, അപ്പോൾ ആ കരുതലോടുകൂടി തന്നെ പോവാം. ഞാനൊക്കെ എൻ്റെ പാസഞ്ചേഴ്സിൻ്റെ അടുത്തെല്ലാം ഇതേപോലെ അൽഹംദുലില്ലാ ഇതുവരെ ആരും അതിൻ്റെ ഒരു കാരണത്താലൊന്നും ഇതുവരെ അങ്ങനെ തിരിച്ചിറങ്ങി വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ഒരു കരുതലുണ്ടാകുക. പിന്നെ എന്താണ്, പിന്നെ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇനിയിപ്പോൾ പീക്ക് സീസണാണ് വരാൻ പോകുന്നത്. അപ്പോൾ സ്കൂൾ വെക്കേഷൻ ടൈമിന് ഫാമിലിയൊക്കെ പുറത്തോട്ട് പോകാനായിട്ട് അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നവരുണ്ടാകും. അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു നിയമങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഷോ മണി, വിസ അപ്രൂവൽ കിട്ടാൻ വേണ്ടി തന്നെ അത് കാണിക്കണം. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ, പലർക്കും അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വന്നാലോ, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വിസ നേരത്തെ അപ്ലൈ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 60 days നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ട്, അതിനുള്ളിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ പീക്ക് സീസൺ ഇതുവരെയും ടിക്കറ്റ് പർച്ചേസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വൈകിട്ടില്ല എന്ന് തന്നെ വിചാരിച്ച് വേഗത്തിൽ തന്നെ വിസ അപ്ലൈ ചെയ്തോളൂ. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, വിസ എടുത്തോളൂ, അതുപോലെ തന്നെ ടിക്കറ്റും ഒക്കെ എടുത്തോളൂ. വെക്കേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ഇട്ടോളൂ, ഞാൻ റിപ്ലൈ തരാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.